വെറും 5 മിനിറ്റ് കൊണ്ട് ദോശമാവ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാനിതാ കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൻ്റെ അരക്കപ്പോളം ഉണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനിയൊന്ന് പഞ്ചസാര പാനി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് 3/4 കപ്പ് പഞ്ചസാരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കയ്യിലൊട്ടി പിടിക്കുന്നവരെ ഒന്ന് ഉരുക്കിയിട്ടെടുക്കുക. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് അവിടെ നിന്ന് നല്ല പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടിഭാഗത്ത് കത്രിക വെച്ചിട്ട് ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ഓയിലിലേക്ക് ജിലേബി പോലെ റൗണ്ടായിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ സാധാ ഒരു പഞ്ചസാര കൊണ്ടുവന്ന കവർ കൊണ്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ജിലേബി മുഴുവനും ചുറ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ജിലേബി പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇനി അതെല്ലാം കോരി എടുത്തിട്ട് നമുക്ക് പാനിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.